ബഹുമാന്യ വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ചെറുതും വളരെ പരിമിതവും നമ്മൾ പോലും നിലച്ചിരിക്കാതെ മരണത്തിനൊപ്പം ചേർന്ന് പോകേണ്ടതുമായ നമ്മുടെ ഈ ജീവിതം, ഒരുപാട് ആശകൾ നിലനിൽക്കെ തന്നെ നമ്മുടെ സമ്മതം ചോദിക്കാതെയാണ് നമ്മെ മരണം പിടികൂടുക. അങ്ങനെയുള്ള ഈ നിസ്സാര ജീവിതത്തെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ മാനസികമായി പല അവസ്ഥകളെയും തരണം ചെയ്തു പോകാറുണ്ട്. പല അവസ്ഥകളും നമ്മിൽ വരാറുമുണ്ട്. സംഘർഷത്തിൻ്റെ, ആലസ്യത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, വിഷമത്തിൻ്റെ, ദേഷ്യത്തിൻ്റെ, അങ്ങനെ ഓരോ ജീവിത സാഹചര്യവും ഇത്തരത്തിൽ നമ്മുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ മനസ്സിനെ എவ்விதം കൈയാളണമെന്നുള്ളിടത്ത് ഇസ്ലാം നിഷ്കർഷിച്ച നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് ആത്മസംഘർഷവും, ഏതൊരു ഘട്ടത്തിലും ഉണ്ടാവുന്ന പ്രയാസകരമായ മാനസിക അവസ്ഥകളും സധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവന് കഴിയും. നമ്മുടെ ഈ ജീവിതം ഒരു ഓട്ടമാണ്, വലിയൊരു ഓട്ടം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഓട്ടത്തിൻ്റെ നിർവഹിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നടന്നാൽ തീർക്കാൻ, പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരുപാട് വിഷയങ്ങളുള്ളത് കൊണ്ട് തന്നെ, ഒരുപാട് ആവശ്യങ്ങളുള്ളത് കൊണ്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജീവിക്കണം, നമ്മുടെ കുടുംബത്തിന് ജീവിക്കണം, ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും വാഹനവും ഒക്കെ നമുക്ക് വേണം, ജോലി വേണം, പഠിക്കണം, അങ്ങനെ 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 ഒരുപാട് ലക്ഷ്യങ്ങൾ. അപ്പൊ ഈ ലക്ഷ്യത്തിന്റെ, ഈ ഓട്ടത്തിന്റെ ഇടയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസകരമായ സാഹചര്യമുണ്ട്. സൂചിപ്പിച്ചതുപോലെ ദേഷ്യത്തിന്റെ, പകയുടെ, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് നമുക്ക് ദേഷ്യമാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു വിരോധം നമ്മോട് വെക്കുമ്പോൾ നമുക്ക് അയാളോട് പകയാണ്, വൈരാഗ്യമാണ്, ഭിന്നിപ്പാണ്, സ്വാർത്ഥതയുടെ, അസൂയയുടെ, അങ്ങനെ ഒരുപാട് മാനസിക സംഘർഷങ്ങളും നമ്മെ വലിഞ്ഞു മുറുക്കുന്നു. പലപ്പോഴും ഇത്തരം സംഘർഷഭരിതമായ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നിടത്താണ് പല ആളുകളും ആത്മഹത്യയിലേക്ക് പോകുന്നത്. ജീവിതത്തെക്കുറിച്ച് ഗൗരവതരമായ ചിന്തയില്ലാത്ത ആളുകൾ, ജീവിതം പടച്ചവന്റെ വരദാനമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയ ആളുകൾ ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യൻ ഈ ലോകത്തുള്ള എല്ലാ ജീവിവർഗങ്ങളെക്കാളും ശ്രേഷ്ഠതയെമ്പാടുമുള്ള ജീവിയാണ്. അവന്റെ ചിന്തയും അവന്റെ ആലോചനയും അവന്റെ പ്രയത്നവുമാണ് ഈ ലോകത്തെ ഇവിധം വളർത്തി വലുതാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളിലൂടെ, ഒരുപാട് ഗവേഷണങ്ങളിലൂടെ അവൻ കണ്ടെത്തിയ അവന്റെ ലോകം അത് മറ്റൊരു ജീവിവർഗത്തിനും ലഭിച്ചിട്ടേ ഇല്ല. അങ്ങനെയുള്ള മനുഷ്യൻ നിസ്സാരമായ ഈ ജീവിതം, നമ്മുടെ സമ്മതം പോലും ചോദിക്കാതെ നമ്മുടെ ആശകൾ നിലനിൽക്കെ തന്നെ നമ്മെ പിടിച്ചു കൊണ്ടുപോകുന്ന ഈ ജീവിതത്തെ, ഈ ജീവിതത്തിനിടയിൽ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ളിടത്ത് ഇസ്ലാം മുന്നോട്ട് വെച്ച കുറെ നിർദ്ദേശങ്ങളുണ്ട്. നമ്മളൊക്കെ കുളിച്ച് വൃത്തിയായി പുതിയ വസ്ത്രം ധരിച്ചിട്ടാണ് ഈ പള്ളിയിൽ വന്നിരിക്കുന്നത്. നമ്മളൊക്കെ നിത്യേന കുളിക്കുന്നവരാണ്, അഴുക്കായ ജോലി കഴിഞ്ഞ് വന്നാൽ കുളിക്കുന്നവരാണ്. അങ്ങനെ നമ്മുടെ ശരീരം വൃത്തിയാക്കുന്ന നമ്മെ അതിനേക്കാൾ ഗൗരവതരമായി നമ്മളുടെ ആത്മാവിനെ, മനസ്സിനെ വൃത്തിയാക്കിക്കൊണ്ട് വേണം ഞാൻ സൂചിപ്പിച്ച രീതിയിലുള്ള വിജയം നേടാൻ. നമ്മുടെ സഹജ ഗുണങ്ങളൊക്കെ തന്നെയും അതുവഴി നിർഗണിക്കുകയും അത് പൂത്തുലയുകയും, അത്തരത്തിൽ പൂത്തുലയുന്ന ആ സ്വഭാവ ഗുണങ്ങൾ ചുറ്റുവട്ടത്തും പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ നന്നാക്കുക, മനസ്സിനെ നന്നാക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉണർത്തിയ കാര്യമാണ്.
വഇന്ന ഫിൽ ജസദി മുദ്ഗതൻ ഇദാ സലഹത് സലഹത് കുല്ലുഹു. അറിയണം, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് സലഹ, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. അത് ചീത്തയാകുന്ന പക്ഷം എല്ലാം മൊത്തം ശരീരം മുഴുക്കെ ചീത്തയായി. അറിയണം, അലാ വഹിയൽ ഖൽബ്. അതത്രേ ഹൃദയം, അതത്രേ മനസ്സ്, അതാണ് ഹൃദയം. ആ ഹൃദയത്തെ നന്നാക്കിക്കൊണ്ട് വേണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. പിടികിട്ടാത്ത ഈ മനസ്സിനെ, മാറി മാറി വരുന്ന ചിന്തകളാൽ അസ്വസ്ഥമാകുന്ന ഈ മനസ്സിനെ, കാലുഷ്യത്തിന്റെ ആ കയത്തിലേക്ക് മുങ്ങിപ്പോകുന്ന ഈ മനസ്സിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോവാൻ. കറകൾ നീക്കണം, ശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നത് പോലെ അതിനേക്കാൾ ഗൗരവതരമായി, അതിനേക്കാൾ ഊർജ്ജസ്വലമായി നമ്മുടെ മനസ്സിനെയും നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ വൃത്തിയാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉപാധിയാണ് കറകളഞ്ഞ ദൈവീക ഭക്തി. കറകളഞ്ഞ രീതിയിൽ അള്ളാഹുവിനോടുള്ള പ്രിയം, അള്ളാഹുവിനോടുള്ള ഭക്തി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോഗവത്കരിക്കാനുള്ള താല്പര്യം, അഭിവാഞ്ച, അതൊക്കെയും അള്ളാഹുവിന്റെ ആ കൽപ്പന അനുസരിച്ച് നാം കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും, നമ്മുടെ മനസ്സ് വിശാലമാകും, നമുക്ക് സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം ഏത് പ്രതികൂല സാഹചര്യത്തിലും ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ആളുകളുമായി ബന്ധപ്പെടുന്നവരാണ് നമ്മൾ. ആളുകളുമായുള്ള സമീപനം എങ്ങനെയാവണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളോടും അകാരണമായി ദേഷ്യം പിടിക്കരുത്, ഒരാളുമായും അകാരണമായി അകന്നു പോകരുത്, ഒരാളുമായുമുള്ള ബന്ധം വെറുതെ വിച്ഛേദിച്ച് കളയരുത്. കാരണം ഗൗരവതരമായ കാരണങ്ങൾ കൊണ്ടല്ലാതെ ആളുകളുമായി അകന്നു പോകരുത്. അത് വിശ്വാസ സംഹിതയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോകുന്ന നമ്മെ തടയാനും തടുക്കാനും ആക്രമിക്കാനും പ്രയാസപ്പെടുത്താനും വരുന്ന ആളുകളോട് ഉപദേശിച്ചിട്ട് പോലും നല്ലവരാവുന്നില്ല എങ്കിൽ അവരുമായി അകലാം, അവരുമായി വേർപിരിയാം, അവരുമായി അകലം പാലിക്കാം. എന്നാൽ മറ്റ് മനുഷ്യരുമായി നമുക്കൊരു ദ്രോഹവും മാനസികമായോ ശാരീരികമായോ ചെയ്യാത്ത, ചിലപ്പോൾ നമ്മുടെ വിശ്വാസ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതല്ലാത്ത ആളുകളുമായി പോലും അകലാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അവരുമായി പ്രയാസമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അവരുമായി ശണ്ടയോ പകയോ വിദ്വേഷമോ അസൂയയോ മനസ്താപമോ ഒന്നും കൊണ്ടുവരാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അതേപോലെ ആളുകളുമായി രമ്യതയിൽ ജീവിച്ചുകൊണ്ട് സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് വേണം ഓരോ വിശ്വാസിയും മുന്നോട്ട് പോകാനെന്നാണ് മതം പറഞ്ഞിരിക്കുന്നത്. ജീവിക്കാൻ പണം അത്യാവശ്യമാണ്. പണം നേടാനുള്ള വഴി ഹലാലിന്റെ മാർഗം മാത്രമാണ്. പല വിധത്തിലും പണം ഉണ്ടാക്കാം, ആ പണം കൊണ്ട് പല വിധത്തിലും ആസ്വാദ്യകരമായ ജീവിതം നയിക്കാം. പക്ഷേ ഹലാലായ മാർഗത്തിലല്ലാതെ ഒരു രൂപ പോലും നേടരുത്, അത് ഭുജിക്കരുത് എന്ന് പ്രവാചകൻ കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ പണസമ്പാദനം അത് ഹലാലായ മാർഗത്തിൽ കൂടെ മാത്രമാവാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ വിമലീകരിച്ചേ പറ്റൂ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളാൽ നിറച്ചുകൊണ്ട് മാത്രമേ അത്തരത്തിൽ പണം നല്ല രീതിയിൽ സമ്പാദിക്കാൻ കഴിയുള്ളൂ. അതുപോലെ കുടുംബജീവിതം, എല്ലാവരുമായും നല്ല രീതിയിൽ ഒരു മാതൃകാ മനുഷ്യനായി ജീവിക്കാൻ മനുഷ്യന് കഴിയണം. ഇതൊക്കെയും സംസ്കരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു മനസ്സാണ് ഒന്നാമതായി ഉണ്ടാവേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സഹാബികളോട് നിർത്തി പറയുകയാണ്, ഒരു വിശ്രമ സമയത്ത് അറിയണം, നമ്മളിതാ ഒരു ജിഹാദ് കഴിഞ്ഞു വരികയാണെന്നാൽ ഇതിനേക്കാൾ വലിയൊരു ജിഹാദിലേക്കാണ് നമ്മൾ പോകുന്നത്. സഹാബികൾ അന്തം വിട്ടു. വലിയൊരു യുദ്ധം കഴിഞ്ഞ് പലർക്കും പരിക്ക് പറ്റി, പലരും വീരമൃത്യു വരിച്ചു. നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് വിശ്രമത്തിനായി വരികയാണ്. പക്ഷേ ഇനിയും വലിയ യുദ്ധമോ? പ്രവാചകൻ പറഞ്ഞു, അതെ, ആ യുദ്ധം നഫ്സിനോടുള്ള യുദ്ധമാണ്,
മനസ്സിനോടുള്ള യുദ്ധമാണ്, അനീതിക്കെതിരെയുള്ള യുദ്ധമാണ്, അത് ദേഹേച്ഛക്കെതിരെയുള്ള യുദ്ധമാണ്. മനസ്സിന്റെ ഇഷ്ടങ്ങളുമായി പൊരുത്തപ്പെടാതെ ആ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അതൊക്കെയും അള്ളാഹുവിന്റെ തൃപ്തിലാക്കി കൊണ്ടുപോവാനുള്ള പോരാട്ടമാണ് ഇനി നമ്മൾ നടത്തേണ്ടത് എന്ന് പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആത്മാവിനെ ശുദ്ധീകരിക്കുന്നവൻ വിജയിച്ചു, അതിനെ മലിനപ്പെടുത്തിയൻ നഷ്ടപ്പെട്ടു, പരാജയപ്പെട്ടു. ആത്മാവിനെ ആര് ശുദ്ധീകരിക്കുന്നുവോ അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ ചീത്തയാക്കിയവൻ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. പ്രവാചകൻ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുറാത്തി ഇന്നമ ശദീദുൽ ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗദബ്. ശക്തിയുള്ളവൻ ആരാണെന്ന് നിങ്ങൾ ധരിച്ചു വച്ചിട്ടുണ്ടാവാം. ആളുകളെ കീഴ്പ്പെടുത്തുന്നവനാണ് ശക്തിയുള്ളവൻ എന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കിയത്? അല്ല, ആളുകളെ തോൽപ്പിക്കുന്നവനല്ല. ആളുകളുമായി മല്ലയുദ്ധം ചെയ്ത് ആ മറ്റുള്ളവരെ പരാജയപ്പെടുത്തി വിജയിക്കുന്നവനല്ല ശക്തിയുള്ളവൻ. പ്രവാചകൻ വിശദീകരിക്കുകയാണ്, കോപം വരുമ്പോൾ തന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് വലിയ ശക്തൻ. ദേഷ്യം വരുന്ന സാഹചര്യം മനുഷ്യനുണ്ടാകും, ഉറപ്പായിട്ടുണ്ടാകും. ആ സന്ദർഭത്തിൽ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ആ ദേഷ്യത്തിൽ നിന്ന് പിന്മാറുക. താൽക്കാലികമായി ഉണ്ടാകുന്ന ദേഷ്യം കൊണ്ട് ഉണ്ടാകുന്ന ദുരിതങ്ങൾ ഒരുപാടായിരിക്കും. പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത, നേടാൻ കഴിയാത്ത നഷ്ടങ്ങൾ അതുമൂലമുണ്ടാവും. അതുകൊണ്ട് തന്നെ ദേഷ്യത്തെ നിങ്ങൾ പിടിച്ചു നിർത്തണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി. മനസ്സിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, അന്നഫ്സുൽ അമ്മാറത്തും ബിസ്സൂ. തിന്മയിലേക്ക് ചരിക്കുന്ന മനസ്സ് മനുഷ്യർക്കുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈമാന്റെ ലാഞ്ചന പോലും അവരുടെ ഹൃദയത്തിലേക്ക് കയറിയിട്ടില്ല. അങ്ങനെ ആളുകൾ തിന്മയുമായി ബന്ധപ്പെട്ട് അതുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ആളുകൾ, ഏതൊരു തിന്മയ്ക്കുള്ള സാഹചര്യം വന്നാലും, അത് പണസമ്പാദത്തിന്റെ പേരിലായിരുന്നാലും മറ്റേതെങ്കിലും അവീത മാർഗങ്ങളും അവീത ബന്ധങ്ങളും ഒക്കെ ആയിരുന്നാലും, ഏത് അവസ്ഥയായിരുന്നാലും എല്ലാറ്റിനെയും ഉപയോഗപ്പെടുത്തുകയാണ്. തനിക്ക് ജീവിക്കണം, തനിക്ക് സുഖിക്കണം, അത് തന്റെ സ്വാതന്ത്ര്യമാണ് എന്ന വലിയ ചിന്താഗതി ഇതിന്റെ ഭാഗമാണ്. മനസ്സിനെ അതിന്റെ പാട്ടിന് വിടുന്ന, ദേഹേച്ഛക്കൊപ്പം വിടുന്ന മനസ്സ്, അങ്ങനെയുള്ള മനസ്സുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ രാജാവിന്റെ പത്നി രാജ്ഞി വശീകരിക്കാൻ ശ്രമിച്ച ഒരു സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. സൂറത്ത് യൂസുഫിൽ 53-ാമത്തെ ആയത്തിൽ, വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി. എന്റെ ആത്മാവ്, എന്റെ മനസ്സ് നിരപരാധിയാണെന്ന് ഞാൻ പറയുന്നില്ല. നിശ്ചയമായും മനസ്സ് തിന്മയെ പ്രേരിപ്പിക്കും. സുന്ദരിയായ ഒരു യുവതി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ, അതും രാജാവിന്റെ പത്നി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വാതിലടച്ച് റൂമിൽ കയറി വാതിലടച്ച് വശീകരിക്കാൻ ശ്രമിച്ചു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുമ്പോ പിന്നാലെ പോയി ഷർട്ട് പിടിക്കാൻ ശ്രമിക്കുകയും ഷർട്ടിൽ പിടിച്ച് ഷർട്ട് കീറുകയും ചെയ്തു. ഖുർആൻ വചനങ്ങളാണ്. അങ്ങനെ ഒരുപാട് രംഗങ്ങളിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഈ ഒരു സുന്ദരിയായ സ്ത്രീ വശീകരിക്കാൻ ശ്രമിച്ച സന്ദർഭമുണ്ട്. അപ്പോഴാണ്, അതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്, റബ്ബേ, എങ്കിൽ എന്റെ മനസ്സും സ്വാഭാവികമായും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകും. റബ്ബേ, എന്നെ നീ നിയന്ത്രിക്കാൻ കരുത്ത് തരണേ, അല്ലെങ്കിൽ ഞാൻ തിന്മയിൽ പെട്ടുപോകുമെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ഖുർആൻ സൂറത്ത് യൂസുഫിൽ അത് കാണാം. ഇവിടെ പറയുന്നു, എന്റെ മനസ്സിനെ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നില്ല. നിശ്ചയമായും മനസ്സ് തിന്മക്ക് പ്രേരിപ്പിക്കുന്നതാണ്. എന്റെ റബ്ബ് കരുണ ചെയ്തവനൊഴികെ. റബ്ബിന്റെ കാരുണ്യം ഉണ്ടാവണം. റബ്ബിനോട് നമ്മൾ കാരണം കിട്ടാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ നാവിൽ, ലിസാനുൻ ഷാക്കിറുൻ, നമ്മുടെ നാവിൽ നിറയണം. ഖൽബുൻ ഷാക്കിറുൻ, ഹൃദയത്തിൽ അതുണ്ടാവണം. അല്ലാഹുവിനെ കുറിച്ചുള്ള നന്ദി ഹൃദയത്തിലും മനസ്സിലും ഉണ്ടാവണം. നാവിലൂടെ അത് പുറത്തു വരണം. ദിക്റായി, പ്രാർത്ഥനയായി, ഖുർആൻ പാരായണമായി, ആരാധനാകർമ്മങ്ങൾ മുറപ്രകാരം നിർവഹിക്കുന്നതായിട്ട് അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള അവകാശമുള്ളത്. ആ മനുഷ്യന്റെ പ്രാർത്ഥനയാണ് അള്ളാഹു പരിഗണിക്കുക.
അള്ളാഹു പരിഗണിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅതൻ നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ. ഒരു ദാസൻ പാപം ചെയ്യുന്ന ഒരാൾ പാപത്തിലേക്ക് പോവുകയാണ്, കുറ്റബോധമുണ്ടാവും, പ്രയാസമുണ്ടാവും. തുടക്കത്തിൽ ഒരു പാപം ചെയ്യുമ്പോൾ അവന് വിലക്കും അവന്റെ മനസ്സ്. അങ്ങനെ ആ വിലക്കിനെ പോലും പരിഗണിക്കാതെ അവൻ പാപത്തിലേക്ക് പോകുമ്പോ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുകയാണ്. എന്നിട്ട് അവൻ പാപം നിർത്തി അള്ളാഹുവിനോട് ക്ഷമ ചോദിച്ചു, തൗബ ചെയ്തു. എന്നാൽ അവന്റെ ഹൃദയം ശുദ്ധമാകും. ജീവിതം അങ്ങനെയാണ്. പാപം വരും. പാപം വന്നാൽ, തെറ്റ് വന്നു പോയാൽ തൗബ ചെയ്ത് തിരിച്ചു വരാൻ ശ്രദ്ധിക്കണം. അതവന്റെ മനസ്സിൽ കൂടെ അവൻ കൊണ്ടുവരണം എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നാൽ അവൻ ശുദ്ധിയാവും. പക്ഷേ പക്ഷേ അവൻ വീണ്ടും പാപത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ആ പാട്, അതായത് കറുത്ത ഒരു പാട്, കറുത്ത ഒരു പുള്ളി, അതിങ്ങനെ ഹൃദയത്തിൽ വർദ്ധിച്ച് വർദ്ധിച്ച് അത് ഹൃദയത്തെ മൂടിക്കളയും. ആ കറുത്ത പാട് ഹൃദയത്തെ മൂടിക്കളയും. ഒന്നിനു പിറകെ ഒന്നായി പാപങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പുള്ളികൾ വർദ്ധിച്ച് അത് ഹൃദയത്തെ മൂടിക്കളയും. എന്നിട്ട് പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ ഒരു വചനം ഓതിക്കല്ലാ ബൽ റാന അലാ ഖുലുബിഹിം മാ കാനൂ യക്സിബൂൻ. ഇല്ല, അവരുടെ ഹൃദയങ്ങളെ അവർ ചെയ്ത പാപങ്ങൾ മൂടിക്കളഞ്ഞിരിക്കുന്നു. സൂറത്തുൽ മുത്തഫിഫീനിലെ വരിയാണിത്, ആയത്താണിത്. പാപങ്ങൾ ഹൃദയത്തെ മൂടിക്കളഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചാണ് സൂറത്തുൽ ബഖറയിൽ പറയുന്നത്, സുമ്മും ബുക്മുൻ ഉമ്യും ഫഹും ലാ യർജൂൻ. അവർ ബധിരരാണ്, ഊമകളാണ്, അന്ധന്മാരുമാണ്. അതിനാൽ അവർ ഒരിക്കലും സത്യത്തിലേക്ക് തിരിച്ചു വരികയേ ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവാമ. കുറ്റപ്പെടുത്തുന്ന, കുറ്റബോധമുള്ള മനസ്സ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും പാപം ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുമ്പോൾ മനസ്സ് പിടിച്ചു വെക്കുകയാണ്. മനസ്സ് പിടിച്ചു വെക്കുന്നു. പക്ഷേ സാഹചര്യം കൂടുതലും പാപം ചെയ്യാനായിരിക്കും. അവിടെ ആ മനസ്സിനെ പിടിച്ചു വെച്ചാൽ അവൻ രക്ഷപ്പെടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സൂചിപ്പിച്ചു, ചെറിയ പാപങ്ങളെ അവഗണിക്കരുത്. എന്നിട്ട് ഒരുപാട് കൊച്ചു കൊച്ചു പാപങ്ങൾ ഇങ്ങനെ മനുഷ്യനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയൊരു അഗ്നിഗോളം പോലെ, ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ്, കൊച്ചു കൊച്ചു ചില്ലകൾ, കമ്പുകൾ ശേഖരിച്ച് വെച്ചുകൊണ്ട് വലിയൊരു തീയുണ്ടാക്കി ഭക്ഷണം പാകം ചെയ്യുന്നു എന്നതുപോലെ കൊച്ചു കൊച്ചു ചില്ലകൾ പോലെ കൊച്ചു കൊച്ചു പാപങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒന്നിച്ചൊന്നിച്ചത് വലിയൊരു പാപമായി നരകത്തിലേക്ക് അവൻ എത്തിപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നന്മ ചെയ്ത് ജീവിക്കുക എന്നുള്ളിടത്ത്, അല്ലെങ്കിൽ നമുക്ക് കുറ്റബോധവും പ്രയാസവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ അവിടെ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തെറ്റിൽ നിന്ന് പിന്മാറണം. ഗുഹയിൽപ്പെട്ടുപോയ 3 യുവാക്കളുടെ കഥ പ്രവാചകൻ പറഞ്ഞു. അവർ ഗുഹയിൽപ്പെട്ടുപോയി, ഗുഹയിൽ നിന്ന് അടഞ്ഞുപോയി, വാതിൽ തുറക്കപ്പെടുന്നില്ല, അവർക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. അവർക്കറിയാം ഗുഹയുടെ മുകളിൽ നിന്ന് ഒരു പാറക്കല്ല് വീണ് ഗുഹ അടഞ്ഞുപോയി, രക്ഷപ്പെടാൻ വേറൊരു വഴിയുമില്ല. അവസാനത്തെ പ്രാർത്ഥന പടച്ചോട് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അതിലൊരു മനുഷ്യൻ, ഒരു യുവാവ് പറയുകയാണ്, എന്റെ ബന്ധുവായ ഒരു സ്ത്രീ, സുന്ദരിയായ സ്ത്രീയോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾക്ക് എന്നോടൊരു ഇഷ്ടവുമില്ല. ഞാൻ അവളെ നല്ലതല്ലാത്ത രീതിയിൽ അവിഹിതമായ മാർഗത്തിൽ സമീപിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവൾ പോയിക്കളഞ്ഞു, ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. അവസാനം കുറച്ചു നാളുകൾക്ക് ശേഷം അവൾക്ക് ദാരിദ്ര്യം വന്നുപെട്ടപ്പോ ആവശ്യം പറയേണ്ടി വന്നു. അങ്ങനെ ഞാൻ സാമ്പത്തികമായി അവളെ സഹായിക്കുകയും നേരത്തെ ഞാൻ മനസ്സിൽ കണ്ട സ്വപ്നം, അവളുമായുള്ള ഒരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ അവൾ സമ്മതിച്ചു. എന്നിട്ട് അതിനു വേണ്ടി ഒരുങ്ങുമ്പോ അവൾ പറഞ്ഞു എന്നോട്, ഇത്തഖില്ലാഹ വലാ തഫുല്ലൽ ഖാതമ ഇല്ലാ ബിഹഖിഹി. ഓർക്കണേ, അള്ളാഹുവിനെ ഓർക്കണേ, ഈ ചെയ്യുന്നത് പാപമാണ്.
അള്ളാഹുവിനെ ഓർക്കണേ. മാത്രമല്ല അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെയല്ലാതെ നീ ബന്ധപ്പെടരുതേ എന്ന് വെച്ചാൽ വിവാഹം കഴിച്ചിട്ട് എന്ന് ഈ സ്ത്രീ പറഞ്ഞപ്പോ പെട്ടപ്പോ ഇത്തഖുല്ലാ എന്ന് പറഞ്ഞപ്പോ ആ യുവാവിന്റെ മനസ്സ് പേടിക്കൊണ്ട് പടച്ചവനെ കുറിച്ചുള്ള ഭയത്താൽ പിന്മാറുകയും അങ്ങനെ ആ രീതിയിലുള്ള മോശം പ്രവർത്തനം ചെയ്യാതെ അയാൾ പിന്മാറുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, ഒരു സന്ദർഭം തെറ്റിലേക്ക് പോകുന്ന സന്ദർഭത്തെ നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയണം. നമ്മുടെ മനസ്സിനെ പിടിച്ചു വെച്ചുകൊണ്ട് വേണം ആ തെറ്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകിയ നല്ല മനസ്സുണ്ട്. നഫ്സുൽ മുത്മഇന്ന, ശാന്തമായ മനസ്സ്, സമാധാനമുള്ള മനസ്സ്. ആ മനസ്സ് നമുക്ക് കൈവരണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കണം നിറയേണ്ടത്. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിച്ചവരും അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ ഓർമ്മയിൽ സമാധാനം പ്രാപിക്കുന്നവരുമാണ്. അറിയണം, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ഓർമ്മയിലാണ് കേട്ടോ ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാവുക. അള്ളാഹുവിന്റെ ഓർമ്മയിലായിരിക്കും ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാവുക. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ സമാധാനം പൂണ്ട ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, തൃപ്തിപ്പെട്ടുകൊണ്ട് തൃപ്തി ലഭിച്ചുകൊണ്ട് നീ നിന്റെ രക്ഷിതാവിലേക്ക് മടങ്ങണം. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, സ്വർഗത്തിലേക്ക് നിനക്ക് സ്വാഗതം. തൃപ്തിപ്പെടുന്ന മനസ്സ്, സമാധാനം പൂണ്ട മനസ്സ്, ആ മനസ്സിനെ അല്ലാഹു ഇരു കൈകൊണ്ടിട്ട് സ്വീകരിച്ച് സ്വർഗപ്രവേശനം സാധ്യമാക്കുമെന്ന് ഇവിടെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സന്ദർഭം കൂടി പറയുകയാണ്. ആർക്കെങ്കിലും നന്ദിയുള്ള ഒരു ഹൃദയം, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു നാവ്, അന്ത്യജീവിതത്തിൽ സഹായിക്കുന്ന ഭാര്യ എന്നീ 3 കാര്യങ്ങൾ ലഭിച്ചാൽ അവന് ലോകത്തിന്റെയും പരലോകത്തിന്റെയും നന്മ ലഭിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിനെ ഓർക്കുന്ന നാവും നന്ദിയുള്ള ഹൃദയവും. എല്ലാ കാര്യത്തിലും പടച്ചവൻ നമുക്ക് ചെയ്തു തന്ന എല്ലാ കാര്യത്തെയും നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് അവനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അവൻ ഇബാദത്ത് നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനായി തീരാൻ വേണ്ടിയാണ് നാം ശ്രമിക്കേണ്ടത്. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, ഏതൊരാൾ തന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും മനസ്സിനെ തന്നിഷ്ടത്തിൽ നിന്ന് വിലക്കുകയും ചെയ്തുവോ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവന്റെ സങ്കേതം സ്വർഗമാകുന്നു. അപ്പൊ ദുനിയാവിൽ ഈ പ്രത്യേകിച്ചും ഇക്കാലത്ത് പുതിയ സാങ്കേതിക വിദ്യയിൽ അഭിരമിക്കാൻ ഒരുപാട് അവസരങ്ങളുള്ള, എളുപ്പത്തിൽ ആസ്വാദനങ്ങൾ അതിലുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് കൂടി അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മാറി നിൽക്കാൻ കഴിയുന്ന മനസ്സിന് മാത്രമേ എപ്പോൾ അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുമ്പോഴും നമ്മൾ പോലും അറിയാത്ത, നമ്മളെ പോലും ഞെട്ടിച്ചു കളയുന്ന സന്ദർഭത്തിൽ, അള്ളാഹു തിരിച്ചു വിളിക്കുന്ന സന്ദർഭത്തിൽ പോലും നമുക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ എന്ന് ഓർക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അബുദത്തിൽ മനസ്സ് പാകപ്പെടുത്തും മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.